നന്നായിട്ടുണ്ട്, നല്ലപോലെ ഉറങ്ങാൻ പറ്റും. One more പട്ടാളപ്പടം from Bollywood. Bade Mian, Chote Mian, starring remake Killadi as Bade Mian, Kadwa as Chote Mian, and Rajvetan as Lottulodukku, the evil scientist. അപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒരു വമ്പൻ രഹസ്യം ഏതോ മലയുടെ മുകളിൽ കൊണ്ടുപോയി ഒളിപ്പിക്കാൻ ലോറിയിൽ കൊണ്ടുപോവുകയാവും. അതൊരു മാസ്ക് വെച്ച തീവ്രവാദി വന്ന് അടിച്ചു കൊണ്ടുപോകും. ഈ മാസ്കിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയില്ല, വേണേൽ ഒരു ക്ലൂ തരാം. എന്നിട്ട് അങ്ങനെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഓഫീസിലേക്ക് വിളിച്ച് പറയും, നിന്റെയൊക്കെ രഹസ്യം ഞാൻ പെട്ടിയിലാക്കി കൊണ്ടുപോവാണ്. ഇന്ത്യ മഹാരാജ്യം ഒരു യുദ്ധത്തിന് തയ്യാറായിക്കുമെന്ന്. ഇത് കേട്ടതും ഇന്ത്യൻ മിലിറ്ററി ആകെ പേടിക്കും. ഇന്ത്യൻ ആർമിയുടെ ഓഫീസ് കണ്ടു ഗൈസ്, ഫുൾ നീല LED ബൾബാണ്. ഈ പടത്തിന് ശരിക്കും നീല വെളിച്ചം എന്നാണ് പേരിടുന്നത്. പടത്തിൽ ഉപയോഗിച്ച ലൈറ്റ് എല്ലാം നീല കളർ. രാമൻ നായരുടെ ബ്ലൂ ഫിലിം ബിസിനസ് നടത്തുക. ഈ സമയം ഇന്ത്യൻ ആർമിയുടെ ഓഫീസിൽ വൻ ഡിസ്കഷൻ നടക്കുകയാവും. ഇവൻ സാധാരണ വില്ലനല്ല, ഭയങ്കര വില്ലനാണ്. ഇവനെ നേരിടാൻ നമുക്ക് 2 വൻ ശക്തികൾ വേണം. അതേ ഗൈസ്, ബഡേ മിയാൻ ആൻഡ് ചോട്ടെ മിയാൻ. ഇവരിപ്പോ സസ്പെൻഷനിലാണ്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ബീസ്റ്റ് രാഘവനും ബഡേ മിയാനും ചോട്ടെ മിയാനും ഒരേ അക്കാഡമിയിലായിരുന്നു ട്രെയിനിങ്. വീരരാഘവനെ പോലെ തന്നെ കില്ലാടിയും കടുവയും ഏത് ടെററിസ്റ്റ് ക്യാമ്പും ടെററിസ്റ്റുകൾ പോലും അറിയാതെ കയറി അടിച്ചു വരും. അതും പെട്ടെന്ന് ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അസാസിൻ ക്രീഡിന്റെ ഫാൻസി ഡ്രസ്സിൽ കുതിര പുറത്ത് പോയിട്ട്. നീല പറഞ്ഞ ഈ കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ച് നമ്മളാരും ശ്രദ്ധിക്കൂലെന്ന്. എന്നിട്ട് ഈ ആൾക്കാരൊക്കെ നമ്മളെ തന്നെയാണ് നോക്കുന്നു. സസ്പെൻഷൻ കിട്ടിയതിനു ശേഷം കടുവ ഫയർഫോഴ്സിലും കില്ലാടി ഓയിൽ റിഗിലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാവും. അപ്പോഴാണ് ഇന്ത്യൻ ആർമിയുടെ ഒരു പ്രതിനിധി അവിടെ ചെന്നിട്ട് അവരോട് കാര്യം പറയുന്നത്. അങ്ങനെ അവർ ആ മിഷൻ ഏറ്റെടുത്ത് കട്ടുകൊണ്ടുപോയ ഇന്ത്യയുടെ രഹസ്യം തേടി കണ്ടുപിടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ മറ്റൊരിടത്ത് നമ്മുടെ മാസ്ക്മാൻ വന്ന് ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഏതോ അത്തറ് കച്ചവടക്കാരൻ അടുത്തുനിന്ന് വാങ്ങിയ കുപ്പിയൊക്കെ ഉള്ളൊരു കസാരയിൽ കൊണ്ടിരുത്തും. ഇതേ സമയം കടുവ ആൻഡ് ടീം മറ്റേ തീവ്രവാദികളെ അന്വേഷിച്ച് അങ്ങ് UK-യിലെത്തും. അവിടെ എവിടെ ഒരു ലോക്കറിലാണ് ആ രഹസ്യം മാസ്ക്മാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, UK-യിൽ കടുവയ്ക്ക് സഹായത്തിനായി ഇന്ത്യൻ മിലിറ്ററിയുടെ ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഇന്ത്യൻ ചാരൻ വന്ന് ജോയിൻ ചെയ്യും. ആദ്യം ഇതിനെ എവിടെയെങ്കിലും ഒന്ന് ചാരി നിർത്ത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇന്ത്യയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ ആ രഹസ്യം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് അതെടുക്കാൻ വേണ്ടി അതിരിക്കുന്ന ടണൽ ബോംബിട്ട് പൊട്ടിച്ച് വിനയ് സാറിന്റെ വാറൻ ലാബിൽ നിന്ന് കടമെടുത്ത് റോക്കറ്റ് ലാഞ്ചറിൽ കൊണ്ടുവന്ന് അവിടെയുള്ളവന്മാരെയൊക്കെ കൊന്ന് ആ ലോക്കർ ഹാക്ക് ചെയ്ത് തുറന്ന് ആ കട്ടുകൊണ്ടുപോയ ഇന്ത്യൻ മിലിറ്ററിയുടെ രഹസ്യത്തിന്റെ മുന്നിലെത്തും. യെസ് ഗൈസ്, ഇവളാണ് ആ വലിയ രഹസ്യം. ഇതെന്താന്ന് വെച്ചാൽ പ്രിയടത്തി ഒരു അയൺ ഡോം കണ്ടുപിടിക്കും. ലോകത്ത് ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്തൊരു കോട്ട. This is the most advanced technology in military defense all over the world. Karan Kavach. അപ്പൊ ശത്രുരാജ്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ആ കോട്ട പൊട്ടിക്കണം. അപ്പോൾ ആ കോട്ട ആക്ടിവേറ്റും ഡീആക്ടിവേറ്റും ആക്കാനുള്ള കോഡ് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി പ്രിയടത്തിയുടെ തലയിൽ തന്നെ ഒരു പെൻഡ്രൈവിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് 128 GB പെൻഡ്രൈവ് ആണ്. അതുകൊണ്ടാണ് മാസ്ക്മാൻ ഇവളെ കൂടോടെ അടിച്ചുകൊണ്ട് പോയത്. സോ നമ്മുടെ പ്രിയടത്തിയെ കിട്ടിയ സ്ഥിതിക്ക് അവിടുന്ന് നമുക്ക് വേഗം സ്ഥലം വിടണം. ബട്ട് വില്ലന്റെ ടീംസ് ആ വിവരം അറിഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെ വൻ ചേസ് ആണ്. വില്ലന്മാരുടെ ഹെലികോപ്റ്റർ ഒക്കെ ബൈക്ക് എറിഞ്ഞ് വീഴ്ത്തും കില്ലാടി. ഈ ബൈക്ക് എങ്ങനെ എറിഞ്ഞാലും ആ ഹെലികോപ്റ്ററിൽ വീഴില്ല. അപ്പൊ പകുതി വെച്ചിട്ട് റിപ്പാസ ചീറ്റ് കോഡം അടിക്കും കൃത്യമായി ഹെലികോപ്റ്ററിന്റെ ഉള്ളിലേക്ക്. പക്ഷേ ഈ സാഹസം കൊണ്ടൊന്നും വലിയ കാര്യമുണ്ടായില്ല. മാർക്സ്മാൻ ആൻഡ് ടീം അവരെ കീഴടക്കി. ഇനിയാണ് വില്ലന്റെ റിവീലിംഗ്. രാജുവേട്ടൻ. ഇനി പടത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് ആണ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു വമ്പൻ സയന്റിസ്റ്റ് ആണ് രാജ്വേട്ടൻ, അഥവാ ലൊട്ടിലൊടുക്ക്, ദി ഈവിൾ സയന്റിസ്റ്റ്. ലൊട്ടിലൊടുക്കും കില്ലാടിയും കടുവയും ഒക്കെ ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഈ സമയത്ത് ലൊട്ടിലൊടുക്ക് ഒരു വമ്പൻ കണ്ടുപിടുത്തം അങ്ങ് നടത്തും. ആ പ്രൊജക്ടിന്റെ പേര് സോൾജർ എക്സ്. അതുതന്നെ ഗൈസ്, ഇന്ത്യൻ മിലിറ്ററിയുടെ ഏറ്റവും പവർഫുൾ ആയ സോൾജർ ഏജന്റ് എക്സിനെ ക്ലോൺ ചെയ്ത് 100 1000 ആക്കി മാറ്റും. എന്നിട്ട് ശത്രു രാജ്യത്തിലേക്ക് പറഞ്ഞയക്കും. ദി മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ ഇന്ത്യ ഹാസ് എവർ മെയ്ഡ്. ബട്ട് ഗൈസ്, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ക്യാപ്റ്റൻ അതിന് അനുമതി കൊടുക്കില്ല. സാമാന്യ ബോധമില്ലാത്ത ആയിരക്കണക്കിന് റോബോട്ടിക് ഏജന്റ് എക്സിനൊക്കെ ഉണ്ടാക്കി വിട്ടാൽ ഈ ഭൂമി തന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ പ്രൊജക്ട് ഡിലീറ്റ് ചെയ്യാൻ ലൊട്ടിലൊടുക്കിനെ നിർബന്ധിക്കും. രാജുവേട്ടന്റെ ലാബൊക്കെ അടിച്ച് പൊളിക്കും.
അവസാനം കില്ലാടിയും കടുവയും ലൊട്ടിലൊടുക്കിനെ വെടിവെച്ച് കൊല്ലും. हम दोस्ती में जान दे भी सकते हैं और जान ले भी सकते हैं. പക്ഷെ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. മരിച്ചത് ശരിക്കുമുള്ള ലൊട്ടിലൊടുക്കല്ലായിരുന്നു, ലൊട്ടിലൊടുക്കിന്റെ ഒരു ക്ലോൺ ആയിരുന്നത്. അങ്ങനെ ദേഷ്യം വന്ന ലൊട്ടിലൊടുക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇന്ത്യയെ നശിപ്പിക്കാൻ പാകിസ്ഥാന്റെയും ചൈനയുടെയും കൂടി വർക്ക് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ സംരക്ഷിക്കുന്ന ആ കോട്ട ഇല്ലാതാക്കാൻ പ്രിയടത്തിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ബാക്ക് ടു ദി പ്രസന്റ് ഡേ. കടുവയെയും കില്ലാടിയെയും ഒക്കെ രാജുവേട്ടനെ കിട്ടി. രാജുവേട്ടന്റെ വില്ലനിസം എന്നൊക്കെ പറഞ്ഞാൽ ജോസ് പ്രകാശ് ലെവലാണ്. കില്ലാടിയെയും കടുവയെയും ചങ്ങലയിൽ കെട്ടി അടിയിൽ തീയിട്ട് അൽഫാമാക്കാൻ വെക്കും. എന്നിട്ട് അവിടുന്ന് ലൊട്ടിലൊടുക്ക് പ്രിയടത്തിയും കൊണ്ട് കോട്ട ഡീആക്ടിവേറ്റ് ആക്കാൻ പോകും. ബട്ട് ഗൈസ്, കില്ലാടിയും കടുവയും ആ ബാർബിക്യൂ സ്റ്റാൻഡ് അടിച്ചു പൊളിച്ച് അവിടുന്ന് രക്ഷപ്പെടും. ഇതേ സമയം ലൊട്ടിലൊടുക്ക് ലാബിൽ പ്രിയടത്തിയുടെ തലയിൽ LED ബൾബുള്ള കൊട്ടക്കയിൽ വെച്ച് കരൺ കവചിന്റെ കോഡ് പുറത്തെടുക്കുകയാവും. ആ കോഡ് പുറത്തെടുത്ത് ഡീആക്ടിവേറ്റ് ആയാൽ ഉടനെ മിസൈൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചൈനയും പാകിസ്ഥാനും ബോർഡറിൽ ക്യൂ നിൽക്കുകയാവും. അതാ ഗൈസ്, രാജുവേട്ടൻ പ്രിയടത്തിയുടെ തലയിൽ നിന്ന് കോഡ് പുറത്തെടുത്ത് പുതിയ പാസ്വേഡ് ഇട്ട് നമ്മുടെ രാജ്യം തീർന്ന്. ബട്ട് ആരും പേടിക്കണ്ട, ഹോപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല. കില്ലാടിയും കടുവയും ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കിപ്പോൾ നേരിടേണ്ടത് അവരുടെ തന്നെ ക്ലോണിനെയാണ്. ഈക്വൽ ഫോഴ്സസ് ഫൈറ്റിംഗ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഈ സമയം ലൊട്ടിലൊടുക്കാണേൽ അവിടെ കരൺ കവച് ഡീആക്ടിവേറ്റ് ആക്കി. ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ. How much time do we have? ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ കടുവയും കില്ലാടിയും തമ്മിൽ വമ്പൻ സംഘർഷം. അപ്പോഴാണ് കടുവയ്ക്കും കില്ലാടിക്കും ഒരു ഐഡിയ കിട്ടുന്നത്. കടുവയുടെ അറ്റാക്കിംഗ് ടെക്നിക്സ് കില്ലാടിക്ക് അറിയില്ല, കില്ലാടിയുടേത് കടുവയ്ക്കും അറിയില്ല. അപ്പൊ അവർ എനിമീസിനെ തമ്മിൽ സ്വാപ്പ് ചെയ്യും, എന്നിട്ട് അടിച്ചു കയറി വരും. അത് കഴിഞ്ഞതും അവർ നേരെ ലൊട്ടിലൊടുക്കിന്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് വമ്പൻ സംഘർഷം. സംഘർഷത്തിന്റെ അവസാനം നമ്മുടെ ലൊട്ടിലൊടുക്ക് ഷോക്ക് അടിച്ച് മരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം പടം കഴിയില്ല. നമ്മുടെ കരൺ കവച് ഡീആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. അവിടെ പാകിസ്ഥാനും ചൈനയും മിസൈൽ വിട്ടിട്ടുണ്ടാവും. അത് ഇവിടെ പതിക്കുന്നതിന് മുന്നേ രാജുവേട്ടന്റെ പാസ്വേഡ് കണ്ടുപിടിച്ച് ആ കോട്ട ആക്ടിവേറ്റ് ആക്കണം. അങ്ങനെ അവർ ഒരുപാട് ചിന്തിക്കും രാജുവേട്ടൻ കൊടുത്ത പാസ്വേഡ് എന്താണെന്ന്. കിട്ടുന്നില്ല. അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ, പേഴ്സണൽ ആയിട്ട് ചിന്തിക്ക്. അത് തന്നെ. യെസ് ഗൈസ്, അവർ ആ പാസ്വേഡ് അടിച്ചതും കോട്ട ആക്ടിവേറ്റ് ആകും. China side. Pakistan side. ആ മിസൈലുകളെല്ലാം കൊട്ടയിൽ തട്ടി പൊട്ടിത്തെറിക്കും. പടം കഴിഞ്ഞ്. പിന്നെ ലൊട്ടിലൊടുക്കിന്റെ കാര്യം ആലോചിച്ച് ആരും പേടിക്കണ്ട. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ലൊട്ടിലൊടുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളുമായി തിരിച്ചു വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരത, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.